തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജയ്ക്കെതിരെ വി.എസ്. സുനിൽകുമാർ. കളക്ടർക്ക് തൃശൂരിലും ആന്ധ്രയിലും വോട്ടുണ്ടായിരുന്നുവെന്നും വി.എസ്. സുനിൽകുമാർ. ഇരട്ട വോട്ടുകൾ തൃശൂരിൽ ചേർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണെന്നാണ് ആരോപണം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പിന്റെ ഓഫീസറായിരുന്ന ഇലക്ഷന് ശേഷം ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുള്ള ജില്ലാ കളക്ടർ കൃഷ്ണതേജയ്ക്ക് ഇവിടെ വോട്ടുള്ള അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ വോട്ടുണ്ടായിരുന്നു. ഇത് പരിശോധിക്കേണ്ട ജില്ലാ കളക്ടർക്ക് തന്നെ 2 വോട്ടുണ്ട്. ചിലക്ലൂരിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൂത്ത് നമ്പർ 190 സീരിയൽ നമ്പർ 158 എപ്പിക് നമ്പർ SG 01008667 എന്ന നമ്പറിൽ അദ്ദേഹത്തിന് വോട്ടുള്ളപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ IDZ 23026444 എന്ന നമ്പറിൽ അദ്ദേഹത്തിന് അതേ സമയത്ത് അത് ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വോട്ട് ചേർക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ അദ്ദേഹം അതേ എപ്പിക് നമ്പർ ചേർക്കേണ്ടതായിരുന്നു. MS ലിഷോയ് നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇത് ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ CPI വി.എസ്. സുനിൽകുമാർ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഒരു മറുപടിയുണ്ട്. നമ്മളിപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ആദ്യമുള്ള നമ്മുടെ വീട്ടിലും ഒരുപക്ഷെ വോട്ടുണ്ടാകാം, അതിൽ പേരുണ്ടാകാം. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തും പേര് ചേർത്തിട്ടുണ്ടാകാം എന്നുള്ളതാണ്. പക്ഷെ എവിടെ ചെയ്തു, 2ഇടത്തും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യം. ഇവിടെ കലക്ടറുടെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ വന്നോ ലിഷോയ്? ഇല്ല, നിലവിൽ കൃഷ്ണതേജ ഇവിടെ ഇല്ല. കൃഷ്ണതേജ കേരളത്തിൽ നിന്ന് മാറി നേരെ മറ്റൊരു സംസ്ഥാനത്തേക്ക്, അതായത് ആന്ധ്രാപ്രദേശിലേക്ക് തന്നെ പോയി അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരിക്കുകയാണ് നിലവിലിപ്പോൾ. ഈ ഒരു ഇരട്ട വോട്ട് വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അന്ന് മുതൽ തന്നെ ഉയർന്നു വരുന്നൊരു പേരാണ് മുൻ കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജ. അന്ന് കൃഷ്ണതേജ കൃത്യമായി ഈ BJPയെ സഹായിക്കുന്ന നിലപാടുകൾ എടുത്തു എന്നുള്ള ഒരു ആരോപണം CPIയുടെ ഭാഗത്തു നിന്നും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇരട്ട വോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റി ചേർക്കുമ്പോൾ ആദ്യ സ്ഥലത്തെ ഡിലീഷൻ കൊടുക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാതിരിക്കാം. പക്ഷേ വി.ആർ. കൃഷ്ണതേജ എന്ന് പറയുന്നത് ഈ ജില്ലയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന വരണാധികാരിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് എന്തായാലും ആർക്കും തന്നെ മനസ്സിലാകുന്ന അല്ലെങ്കിൽ ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതാണ് വി.എസ്. സുനിൽകുമാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വി.ആർ. കൃഷ്ണതേജ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള പരാതികൾ നൽകിയപ്പോഴും അതുപോലെ തന്നെ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ വോട്ടുകൾ, വ്യാജ വോട്ടുകൾ ചേർത്തു എന്നുൾപ്പെടെയുള്ള പരാതികളൊക്കെ തന്നെ നൽകിയപ്പോഴും അന്ന് എടുത്ത നിലപാടുകൾ സംശയാസ്പദമായിരുന്നു എന്ന് പല തവണ CPI ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഈ അന്നത്തെ കളക്ടർക്ക് മാത്രമല്ല നിരവധി വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ട്, ശോഭാ സീറ്റിൽ അടക്കം ചേർത്തിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വി.എസ്. സുനിൽകുമാർ പുറത്തുവിടുന്നത്. ആരോപണമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. വി.എസ്. സുനിൽകുമാർ പറഞ്ഞതുപോലെ ഇരട്ട വോട്ടുണ്ടോ, ഈ ക്രമക്കേടുകൾ കണ്ടുപിടിക്കേണ്ട ആൾക്ക് തന്നെ 2 വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ CPI മുന്നോട്ട് വെക്കുന്ന പരാതി.